ബഹുമാനിച്ച് 10 മണി വരെ എന്ന് പറഞ്ഞുകൊണ്ട് സാങ്ഷൻ കൊടുത്ത് വീണ്ടും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആവർത്തിച്ച് ഇൻഫോം ചെയ്തു. അടുത്ത ഹോസ്പിറ്റലുണ്ട്, പരാതികൾ വരുന്നുണ്ട്, നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഇൻഫോം ചെയ്തിട്ടും സമയമായിട്ട് നിർത്താൻ വന്നപ്പോ സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വന്നിട്ട് മൈക്ക് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞത് വലിയ വിവാദമാക്കി കത്തിച്ച് തങ്ങളുടെ സംഘടനയുടെ പ്രമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും മോശമായ ഇടപെടൽ. അത് രാഷ്ട്രീയക്കാർ കൊള്ളുകയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ കൊണ്ടും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിലെ ആളുകളെ കൊണ്ടുമൊക്കെ ആ ഒരു പോലീസുകാരനെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് അടിഞ്ഞാട്ടം നടത്തുകയാണ്. മനസ്സിലാക്കണം, ഇവിടെ നീതിക്ക് വേണ്ടി ശബ്ദിക്കാനാണുള്ളത്, സംസാരിക്കാനാണുള്ളത്. എന്തിന്റെ പേരാണ് ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നത്? നിയമം പാലിക്കാൻ പറഞ്ഞൊരു പോലീസുകാരനെ ആ നിയമ ലംഘനം നടത്തിയപ്പോൾ അഴിവിടെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണമെന്ന് വാദിച്ച് രംഗത്ത് പറഞ്ഞ ആളുകൾ വളരെ കൃത്യമായി പറയാം. എന്തിന്റെ പേരിൽ? വർഗീയതയുടെ ചാപ്പകുത്തിയവിടെ. നമുക്കറിയാം, ഇന്ത്യ വർഗീയതയാണ് നമ്മുടെ നാട്ടിൽ. ബിജെപിക്കാരൻ നാട് ഭരിക്കണമെങ്കിൽ അവൻ പുടുങ്ങുന്നതും വർഗീയതയാണ്. ഈ കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകണമെങ്കിൽ അവൻ പുടുങ്ങുന്നതും വർഗീയതയാണ്. നാടൊട്ടുക്കും വർഗീയത പുടുങ്ങി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇവന്റെ വക ഒരു വർഗീയത എന്ന് പറഞ്ഞാൽ അവൻ നടത്തുന്നില്ല പരിപാടി, ഇവർ നടത്തുന്നില്ല പരിപാടി, അവിടെ ഇതാ DJ പാർട്ടി നടക്കുന്നില്ലേ, ഞങ്ങൾക്കും എന്താണ് പിന്നെ നിയമം ലംഘിച്ചാൽ ആണോ? അങ്ങനെയാണോ ഒരു മുസ്ലിം പറയേണ്ടത്? അവനും ഇവനും നിയമം ലംഘിക്കുന്നുവെങ്കിൽ എനിക്കും നിയമം ലംഘിക്കാൻ അവസരം വേണം എന്നാണോ വാദിക്കേണ്ടത്? അതിനാണോ രാഷ്ട്രീയക്കാരൻ ചൂടുപിടിക്കേണ്ടത്? ആണോ? മനസ്സിലാക്കണം. അതിനു മുമ്പ് ഒരു ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടന്നപ്പോ ഇതുപോലെ തന്നെ പോലീസുകാർ ചെന്ന് പറഞ്ഞു പറ്റില്ല എന്ന്. അതിന്റെ പേര് വിവാദം ഉണ്ടായി. അരങ്ങേറ്റം നടക്കാൻ ഒരു കുട്ടി ഡാൻസ് കളിക്കാൻ സമയം കഴിഞ്ഞപ്പോ സ്വാഭാവികമായും പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നിയമം നടപ്പാക്കാൻ വന്നു. അതെ, പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ വിവാദമായി. കഴിഞ്ഞ ദിവസം ഒരു മതപ്രഭാഷണം നടക്കുകയാണ്. കാന്തപുരം സമസ്തക്കാരന്റെ സ്റ്റേജിൽ 10 മണി കഴിഞ്ഞ് വഴ നടക്കുമ്പോ ഇതുപോലെ പോലീസുകാരൻ കടന്നു വന്നപ്പോ അവിടെ മൈക്ക് തട്ടി ഒരു സഹാബി പറയുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരും, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ പേര് പറയാണ് ഈ മതവേദിയിൽ നിന്ന് തലക്കെട്ടിയ മുസ്ലിയാക്കന്മാർ. പെരിന്തൽമണ്ണയിലും ഇതുപോലെ ഒരു നേതാവ് മൈക്കെടുത്ത് പറയാൻ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും നിയമം ലംഘിക്കുമ്പോ അതിന് കൂട്ടുനിൽക്കാനാണോ ഇവിടുത്തെ വലതുപക്ഷവും അതുപോലെ ഇടതുപക്ഷവും ഉള്ളത്? തങ്ങളുടെ സംഘടനയുടെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പ്രമോഷൻ കിട്ടണമെങ്കിൽ വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചു പോകുന്ന ആളുകൾ അവർ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ വലിയ സമ്മേളനങ്ങൾ നടത്തുമ്പോ ആൾക്കൂട്ടം ഉണ്ടാകും. ആളുകളെ കാണിച്ചു കൊടുക്കുമ്പോ സ്വാഭാവികമായും രാഷ്ട്രീയക്കാരൻ നമ്മുടെ പുറകെ വരും. നമ്മൾ ആവശ്യം പറയുമ്പോ അയാൾ ഇന്ന പാർട്ടിയുടെ ഇന്ന സംഘടനയുടെ നേതാവാണ് അല്ലെങ്കിൽ ആ സംഘടനയുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ആളെ കൂട്ടി വരവേശണമെന്ന് പറയാൻ ഈ സമുദായത്തിന്റെ ഉള്ളിൽ പുതിയ വെള്ളാപ്പള്ളിമാർ രംഗപ്രവേശം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സമുദായത്തെ കാണിച്ചു കൂട്ടി ഇവരുടെ ഇലക്ഷൻ വോട്ടൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിത്തരാം എന്ന് പറയാൻ മാത്രം വളർന്ന ഏത് നേതാവാണുള്ളത്? ഒരു ജനസമൂഹത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇവിടെയൊക്കെ വോട്ട് എന്റെ പോക്കറ്റിലാണ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്ന രൂപത്തിൽ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരെ വെച്ച് വരവേശാൻ, അവന്റെ മുന്നിൽ പോയി വരവേശാൻ തക്കവണ്ണം വളർന്ന ഏതാളാ ഇവിടെയുള്ളത്? അപ്പൊ ഈ രൂപത്തിൽ ഈ സലഫി പേര് അണിഞ്ഞുകൊണ്ട് വരുന്ന ചില ആളുകൾ പോലും രംഗത്ത് വരുമ്പോ വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കണം. ഈ സമൂഹത്തിന്റെ പേര് വെച്ച് അവരെ വെച്ച് വിലപേശി പലതും നേടിയെടുക്കാം എന്ന് പറയുന്ന ഈ ഒരു ധാരണയുടെ പേരാണ് പൗരോഹിത്യം. അല്ലാഹു അറുത്തുമാറ്റിയ പൗരോഹിത്യം, റബ്ബ് അറുത്തുമാറ്റിയ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ നേതൃത്വമുണ്ടെന്ന് കരുതി, ആളുകളുടെ സ്ഥാനമുണ്ടെന്ന് കരുതി അത് വെച്ചിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് ദുനിയാവിന് വേണ്ടി ആ ഒരു വൃത്തത്തെ അല്ലെങ്കിൽ ആ ഒരു വകുപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ജനസഞ്ചയത്തെ തിരിച്ചു കൊണ്ടുപോകുന്ന ഏർപ്പാട്, അത് പൗരോഹിത്യം മുൻകാലഘട്ടങ്ങളിൽ നടത്തിയതിന് സദൃശ്യമാണ്. അവരുടെ അവസ്ഥയ്ക്ക് ആ പൗരോഹിത്യത്തിന്റെ അഹ്വാലുകൾക്കും അവരുടെ അഹ്വാലുകൾക്കും സാദൃശ്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞില്ല. അതുകൊണ്ട് അത്തരത്തിൽ മതം വിറ്റ് ജീവിക്കുന്ന ഒരു ഇടപാട്